എട്ടരയാടാ, എണീക്ക്. പോളാടാ, കുറച്ച് കണ്ടു വരാം. എണീക്കടാ, എട്ടരയാടാ. പോടാ അവിടെ നിന്ന് കുറച്ച് കണ്ടു വരാന്ന് പറഞ്ഞില്ലേ. എണീക്കടാ, അത് പിന്നെ രച്ചോടിയാ. വാ. അവനെ കൊണ്ട് വിളിച്ച് എണീപ്പിക്കടാ. പോട്ടാ, എനിക്ക് ക്ലാസ് തുടങ്ങാറായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടെ. അവനെ എഴുന്നേൽപ്പിക്കാനൊരു വഴിയുണ്ട്, ഇപ്പം ശരിയാക്കി തരാം. മിച്ചമുള്ള സീറ്റിലേക്ക് ഒരാൾ വരുന്നുണ്ട്. അതൊരു പെങ്കൊച്ചാണെങ്കിലോ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ? നീ എവിടെ പോയി കിടക്കും? ഒന്നിറങ്ങി വാടാ. ഇന്ന് എനിക്ക് പുറത്തിറങ്ങി നിൽക്കാൻ മേല. പുറത്തിറങ്ങി നിന്നാ പുതുതായിട്ട് വരുന്നവരെ ഒന്ന് കാണാമല്ലോ. 1500 തേരെ പാല നടക്കുക. അപ്പോഴാണ് അവന്റെ ഒരെണ്ണം. നിന്റെയൊക്കെ ബാഗൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് വാ പോവാ. നടക്ക്. ചേട്ടാ, ന്യൂ അഡ്മിഷൻ ആണോ? അതെ. ഓഡിറ്റോറിയത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് നടപ്പണ്ടേ, ആ വഴി പോണേ. പെട്ടെന്ന് വാടാ.
So, whenever you are preparing tools for dealing with children, please ensure Sir. that it is related to the development stage of the children. സാർ സാർ What is time now? 9:35. Why you are late? എണീക്കാൻ ഇത്ര ലേറ്റ് ആയിപ്പോയി. നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ കയറണ്ട. Get out. അടിപൊളി വാ പോവാ. എന്നോട് അപ്പോഴേ പറഞ്ഞ നേരത്തെ എണീക്കണമെന്ന്. ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്നാ. അത് പറഞ്ഞപ്പോഴാ പുതിയ പിള്ളേർ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. അവർക്ക് വല്ല ക്ലാസ് വല്ലതും കാണും, അത് കഴിയുമ്പോൾ വരുമായിരിക്കും. എന്തായാലും പുറത്താക്കിയോണ്ട് നേരെ വരുന്ന കാണാം. അത് ശരി. അവരെ കാണാനില്ലല്ലോ. പിള്ളേരിങ്ങ ഇറങ്ങാ തോന്നുന്നേ. അയ്യേ. അപ്പം എല്ലാത്തിനും സമാധാനമായല്ലോ. ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്നാ കാര്യം. Okay, so socialization means സർ മേഘമൻ. learning culture of the society. പുതിയ അഡ്മിഷൻ ആണല്ലേ? കയറി വാ, കയറി വാ. എന്റെയോ മുട്ടായി. ഇതെനിക്ക് വേണ്ട, വേറെ കളറതാ. എനിക്ക് ഇതിപ്പോൾ എന്തിനാ? ഓക്കെ, സോഷ്യലൈസേഷൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാം. ഓക്കെ. Thank you, sir. ഹലോ ഹായ്. പേരെന്താ? പ്ലീസ്. ഓ അറിയത്തില്ലെന്ന് തോന്നുന്നു. എടോ ഒന്നിങ്ങോട്ട് നോക്കേ. പേരെന്താ? തൻ്റെ പേരെന്താ? എന്താ നോക്കാത്തെ? Good morning, miss. ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ്. ന്യൂ അഡ്മിഷൻ ആണല്ലേ? പേരെങ്ങനായിരുന്നു? സ്റ്റീവ് സോളമൻ. ഓക്കെ, പോർഷൻസ് കുറച്ച് കവറായിട്ടുണ്ട്. അത് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടൊന്ന് മേക്കപ്പ് ചെയ്യണം കേട്ടോ. നാളെ ഇതിന് ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും കേട്ടോ. താങ്ക് യു. Thank you, miss. വാടാ കഴിക്കാം. സാരമില്ല. വാടാ വന്ന് കഴിക്കാം.
Good afternoon, sir. ഇന്നെന്നാ കുട്ടികളൊക്കെ കുറവാണല്ലോ, എന്നാ പറ്റി? പനിയാ സാറേ. ആ, പുതിയ അഡ്മിഷനാ അല്ലേ? പേരെങ്ങനെയാ? അപ്പോൾ നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ പഠിച്ച ഭാഗങ്ങളുടെ ബാക്കിയാണ്. പേരെന്താ? പേരെന്താ? സ്റ്റീവ്. വീടെവിടാ? കോട്ടയം. കോട്ടയത്തെവിടാ? കോട്ടയത്തെവിടാ? സാർ, നമ്മൾ തെറാപ്പീസിനെ പറ്റിയാണ് പ്രധാനമായി പഠിച്ചത്. എന്തൊക്കെ തെറാപ്പീസാണ് നമ്മൾ പഠിച്ചത്? പഠിച്ചു. നമ്മൾ CBT, REBT, പ്ലേ തെറാപ്പി, അതുപോലത്തെ പല ആക്ടിവിറ്റീസിനെ പറ്റി നമ്മൾ പഠിച്ചു. എൻ്റെ ഇടി ഇയാൾ ഇങ്ങനെയൊക്കെ പറയാൻ പോയി നമ്മൾ എന്നെ. എന്താണ്? സോറി സർ. ഇനി സംസാരിക്കരുത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇനി നാളെ കാണാം. താങ്ക് യു. Thank you, sir. ഈ കോളേജിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് സ്റ്റുഡൻസ് അല്ലേ നിങ്ങൾ? എന്നിട്ട് നാണമില്ലാതെ വഴക്കൂടി നടക്കുന്നു. സാരമില്ല, 10 ദിവസം വീട്ടിലിരുന്നിട്ട് വന്നാൽ മതി. ആ, തൻ്റെ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് താൻ വന്നോ? ആ, കയറിയിരിക്കേ. മറ്റോ വന്നില്ലേ? അവൻ്റെ കാര്യം ആര് തിരക്കാനാ? അതിനാണോ ജോണി താൻ അങ്ങനെ പറഞ്ഞത്? അവനൊരു പ്രത്യേക ടൈപ്പാ സാറേ. എടോ, നമ്മളെല്ലാവരും സോഷ്യൽ വർക്കേഴ്സ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് അല്ലേ? നമ്മളെല്ലാവരും യുണീക്കാണ്. അല്ലാതെ ചിലവർക്ക് ചില പ്രശ്നങ്ങൾ കാണാം, എന്നാൽ ചിലവർ പെർഫെക്റ്റ് ആയിരിക്കാം, അല്ലെ ചിലർക്ക് ഓവർ വൃത്തിയായിരിക്കാം, ചിലവർ അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കാം, ചിലർക്ക് കൂടുതലായിട്ട് ഫ്രണ്ട്സിനെ സീക്ക് ചെയ്യുന്നവരായിരിക്കാം. എല്ലാവരും യുണീക്കാണ്, അവരവരുടെ പ്രശ്നങ്ങൾ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുമാണ്. ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളല്ലേ നമ്മളുടെ സുഹൃത്തിനെ ചേർത്ത് പിടിക്കേണ്ടത്? പിന്നെ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ അവരെ മനസ്സിലാക്കുന്നത്?
ഇത് സ്റ്റീവിന്റെ വീടല്ലേ? അതെ. ഞാൻ സ്റ്റീവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതായിരുന്നേ. ആ, സ്റ്റീവ് ഇവിടെ ഉണ്ടോ? അവൻ പുറത്തു പോയിരിക്കുക. മോൻ കേറിയിരിക്കെ. എന്നാ പറ്റി? കുറെ ദിവസമായിട്ട് ക്ലാസ്സിൽ വരുന്നില്ലല്ലോ. മിസ്മാരൊക്കെ അവനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഒരു വിവരമില്ലല്ലോ. എന്നാ പറ്റി? അവന് ഇങ്ങനെയൊരു പ്രത്യേക നേച്ചറാ. ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ്. അധികം ആരോടും മിണ്ടത്തില്ല. എന്നോട് പോലും അവൻ തീരെ മിണ്ടാട്ടം കുറവാ. പണ്ട് തൊട്ടേ ഇങ്ങനെയൊരു സ്വഭാവം അവന്. കുറെ ശ്രമിച്ചതാ അവനെ മാറ്റിയെടുക്കാൻ. കോളേജിൽ ചെല്ലുമ്പോഴെങ്കിലും ശരിയാകുമെന്നാ പ്രതീക്ഷിച്ചത്. അതൊന്നും സാരമില്ല ആൻറ്റി. ഇനി 2 വർഷമൊക്കെ ഇല്ലേ, നമുക്ക് ശരിയാക്കി എടുക്കാം. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകാം. ആൻറ്റി വിഷമിക്കണ്ട. എന്നാ ശരി മോനെ. ആൻറ്റി, ആ മോനെ. സ്റ്റീവ് ഉണ്ടല്ലോ ആ അല്ലേ ഉണ്ട്. അകത്ത്? മോൻ കേറി വാ, ഇരിക്ക്, ഞാൻ വിളിക്കാം. സ്റ്റീവേ, സ്റ്റീവേ. നിനക്ക് എന്നാ പറ്റി? എത്ര ദിവസമായി കോളേജ് വന്നിട്ട്? നീ എന്താ കോളേജ് വരാത്ത? നമ്മുടെ സസ്പെൻഷൻ പീരീഡ് എല്ലാം കഴിഞ്ഞല്ലേ? എടാ അതൊന്നുമല്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല അതാ. ഡാളിയ, എൻ്റെ ഭാഗത്തും തെറ്റി പറ്റിപ്പോയി, നീ ക്ഷമിക്കേ. എടാ, അന്നങ്ങനെ സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ ക്ലാസ്സിൽ അഞ്ജലി ഇല്ലേ? എടാ, ഞാനന്ന് കൈ കഴുകാൻ പോയപ്പം അഞ്ജലിയെ കണ്ടായിരുന്നു. ഡീ, നീ എന്നെ എവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ലടാ. എടി 12 വാ, ചോറിനാം. ഇല്ല, നീ പൊക്കോ, ഞാൻ പിന്നെ വന്നേക്കാം. എന്നാ പറ്റി? ഒന്നുമില്ലല്ലോ. ഇല്ല, നീ പൊക്കോ. അതെന്നാ, നീ ചോറ് കൊണ്ടുവന്നില്ലേ? എടാ, എനിക്ക് ഇല്ല, ഒന്നുമില്ല. നീ കഴിച്ചോളാൻ വരായിരുന്നോ? എടി, എന്നാ പ്രശ്നം? എന്നാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ പപ്പയും അമ്മയും ഭയങ്കര വഴക്കില്ല. കുറച്ചായി അവർ ഡൈവോഴ്സ് എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഞാൻ കുറച്ച് ദിവസമായിട്ട് ചോറ് കൊണ്ടുവരുന്നില്ലണം. ഡി, നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ എപ്പോഴും ചോറുണ്ടോ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ വല്ലവൻ്റെ കൈയിട്ട് വാരിയില്ലേ തിന്നുന്നത്. അതുപോലെ നീ വാടി, നമുക്ക് തിന്നാം. ആടേലും കൈയിട്ട് വാരി. നീ വന്നേ. ഇതിനൊക്കെയാണോ വിഷമിക്കുന്നത്? എടാ, ഇതാണ് സംഭവിച്ചത്. നിനക്ക് മനസ്സിലായില്ലേ? അന്ന് സിറ്റുവേഷൻ അതായിരുന്നു. എടാ, നീ അത് വിട്, നമുക്ക് കോളേജിൽ പോവാം. നാളെ നീ കോളേജിൽ വരണേ. ഡാ നോക്കട്ടെ. എന്നൊരു കാര്യം ചെയ്യ്, നമുക്ക് ചായ കുടിക്കാൻ പോവാം. ഡാ, ബാ, ചായ കുടിക്കാൻ പോവാം. ബാ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ നിന്നെ ചായ കുടിക്കാൻ വരുമല്ലോ. നാളെ ഞാൻ വരാം, വന്നേക്കണം. ആ. നീ ഇവിടെ ഷൂ അടച്ചോണ്ടിരിക്കുവാ? പോടാ, ചവിടിക്കാൻ പോവാ. പോടാ. ഓ, നീ പോ, ഞാനും വന്നേക്കാം.
മോനോ? ആന്റി സ്റ്റീവ് വിളിച്ചേ. ആ ഞാൻ സ്റ്റീവ് ഇല്ലേ? വിളിക്കാം. സ്റ്റീവേ, സ്റ്റീവേ. ആ വാടാ. അമ്മേ പോയിട്ട് വരാം. ഞാൻ എഴുതിയില്ല. അസൈൻമെന്റ് നാളെ എഴുതുന്നു. നിങ്ങൾ തമ്മിൽ കമ്പനിയായോ? ഇവന്റെ ഫ്രണ്ടല്ലേ? ഓ, ഞങ്ങൾ നേരത്തെ കമ്പനിയായിരുന്നു. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഇരുന്നു. സ്റ്റുഡൻസ്, ഞാനൊരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് ഇവിടെ വന്നത്. നമ്മൾ കഴിഞ്ഞ 20 വർഷങ്ങളായി നടത്തുന്ന നമ്മുടെ സമന്വയ ഇൻ്റർനാഷണൽ ഫെസ്റ്റിൻ്റെ നമ്മുടെ കോൺഫറൻസിൻ്റെ ഡേറ്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു. അതിന് മുന്നോടിയായിട്ട് നിങ്ങളെല്ലാവരെയും, ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് എല്ലാവരെയും വിവിധ കമ്മിറ്റികളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. സോ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ കമ്മിറ്റികൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണെന്ന് ഫാക്കൽറ്റിയോട് ചോദിച്ച് മനസ്സിലാക്കി വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ജോണി, തന്നോട് കൂടെ ഇതൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? സോ സ്റ്റുഡൻസ്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണ് ഈ സമന്വയ എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ഡെയിലി അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് എന്നെ അറിയിക്കേണ്ടതാണ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഈ കോൺഫറൻസ് നല്ല ഭംഗിയാക്കി മാറ്റാം. ഓക്കെ, താങ്ക് യു. എടാ നമുക്ക് അവിടെ ചായ പിടിക്കാൻ പോയാലോ? ഡാ, അത് കുഴപ്പമില്ല, നമുക്ക് അവിടെ തന്നെ പോവാം. ഓക്കെ, അവിടെ അങ്ങോട്ട് പോവാം. ചേച്ചി 2 ചായ 2 കാപ്പി. ഏത്തക്കാ പോളി ഉണ്ടോ? എന്നാ എടുത്തോ.
ഈ OCDക്ക് ശരിക്കും എന്നതാ പറ്റി? നീ എന്നതാ ചെയ്തേ? ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിലെഴിഞ്ഞ് ചെയ്തു. മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതകളിൽ തന്നെയാണ് ഓരോ വ്യക്തികളും ജീവിക്കുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ അത് ഒരു പരിധി കടക്കുമ്പോൾ അവിടെ ഒരു മാറ്റം അനിവാര്യമായി വരുന്നു. ആ അനിവാര്യതയ്ക്ക് പലപ്പോഴും പ്രചോദനമാകുന്നത് സൗഹൃദങ്ങളും ക്യാമ്പസ് ജീവിതവും ഒക്കെ തന്നെയാണ്. പഠനകാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകം ക്യാമ്പസ് ലൈഫ് തന്നെയാണ്. മനുഷ്യത്വമുള്ള മനുഷ്യനാകാൻ പ്രചോദിപ്പിക്കുന്ന ഇത്തരം ക്യാമ്പസ് കൂട്ടുകെട്ടുകളിൽ തന്നെ നമ്മുടെ പല മാറ്റങ്ങൾക്കും വഴിത്തിരിവാകും. അല്ലെങ്കിൽ തന്നെ ഇന്നും ജാതിചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു ജാതിയും വർണ്ണവും മതവും നോക്കാതെ ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന വിദ്യാർത്ഥികൾ എന്നും മാറ്റത്തിൻ്റെ ധ്വനികളാണ്. ഇന്നലെ എന്നെ തിരിച്ചറിയാൻ സഹായിച്ച കൂട്ടുകാർക്കായി, ഈ ക്യാമ്പസിനായി